കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഖുർആനിലെ വാക്കുകൾക്ക് വ്യത്യസ്തമായ അർത്ഥം നൽകിക്കൊണ്ടാണ് ഇസ്ലാം ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത്. അറബി ഭാഷയിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. മുഹമ്മദിന്റെ കാലത്ത് എഴുതാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത് കുഫിക് ലിപിയാണ്. ഈ കുഫിക് ലിപിയുടെ പ്രത്യേകത അതിന് സ്വരാക്ഷരങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. കുഫിക് ലിപിയിൽ എഴുതപ്പെട്ട ഖുർആനിന്റെ കഷ്ണങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ കഴിയുന്ന മുസ്ലിങ്ങൾ വളരെ ചുരുക്കമാണ്. സ്വരാക്ഷരങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഖുർആനിലെ ഓരോ വാക്കുകളും എങ്ങനെ വായിക്കണം എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. അത് സ്വാഭാവികമായ കാര്യമാണല്ലോ. ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ സ്വരാക്ഷരങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുക, വൗവൽസ് ഇല്ല, AEIOU എന്ന് പറയുന്ന ഈ അക്ഷരങ്ങളൊന്നും അതിനകത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ളതിൽ നമുക്ക് ഹാരിസ് എന്ന് എഴുതണം എന്നുണ്ടെന്ന് വെച്ചാൽ ഒരാളുടെ പേര് ഹാരിസ് എന്നാണ്. അപ്പോൾ അയാളുടെ പേര് എഴുതാണ് ഹാരിസ്. അയാൾക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? വൗവൽസ് ഇല്ല, AEIOU ഒന്നും ഇല്ല. അപ്പോൾ അയാൾക്ക് എഴുതാൻ പറ്റുന്നത് HRS, ഈ 3 അക്ഷരം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. HRS. ഇത് വായിക്കും